ഹായ്, ഞാൻ ബൈജു. ഇന്ന് ഡിസംബർ 30 തിങ്കളാഴ്ചയാണ്. ഇന്നത്തെ സ്വർണ്ണവില പവന് 57,200 ആവുള്ള ഗ്രാം റേറ്റ് 57,200 ഹരിക്കണം എട്ടടിച്ച ഗ്രാം റേറ്റ് കിട്ടുന്നതായിരിക്കും. ഇങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ ഈ കാണുന്നവരൊക്കെ ഉണ്ടല്ലോ, സ്വർണ്ണത്തിൻ്റെ കണക്കൂട്ടാൻ പഠിക്കുന്നത് നല്ലതാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏതായാലും ഇന്ന് സ്വർണ്ണവില 120 രൂപ പവൻ്റെ മുകളിൽ കൂടിയിട്ടാണുള്ളത്. എന്തായാലും ഇന്ന് സ്വർണം വിൽക്കുന്നവർക്ക് നല്ല ദിവസമാണെന്ന് പറയാൻ പറ്റും. പിന്നെ ഇന്ന് നിങ്ങളോട് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ ചെയിന് ബ്രേസ്ലെറ്റ് ഇങ്ങനെയുള്ള നീട്ടുള്ള ചെയിന് പോലത്തെ സാധനം റിപ്പയർ ചെയ്യാൻ കൊടുക്കുമ്പോൾ അതിൻ്റെ തൂക്കം മാത്രം എടുത്താൽ പോരാ, അതിൻ്റെ ഫോട്ടോ കൂടി എടുക്കണം. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ തൂക്കെടുത്ത് റിപ്പയർ ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ അത് റിട്ടേൺ വരുമുണ്ടല്ലോ, ഇവരത് റിപ്പയർ ചെയ്ത് കഴുകിയിട്ടില്ല എന്ന് സാധാരണ നിങ്ങൾക്ക് തരുക. കഴുകിയിട്ട് അത് ചൂടാക്കിയിട്ടില്ലെങ്കിൽ അതിൻ്റെ വെള്ളത്തിൻ്റെ തൂക്കം ഉണ്ടാവും. അതുകൊണ്ട് അതിൻ്റെ അന്നൊരു കണ്ണ് മിസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തൂക്കം നോക്കിയാൽ മനസ്സിലാവില്ല. നേരെ മറിച്ച് അതിൻ്റെ ഫോട്ടോ എടുക്കുമ്പോൾ കണ്ണികൾ എണ്ണാൻ പറ്റുന്ന രീതിയിൽ നല്ല നിവർത്തി വെച്ച് വേണം ഫോട്ടോ എടുക്കാൻ. ഫോട്ടോ എടുക്കലാണെങ്കിൽ നിങ്ങൾക്കത് കൃത്യമായിട്ട് എണ്ണി നോക്കി കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നുള്ളതാണ് കാര്യം. പിന്നെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ ചെയിന് കുറേ കാലം മുമ്പ് ഉപയോഗിക്കുന്നതാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ചേറുകൾ കണിഞ്ഞിട്ടുണ്ടാവും. ചേറ് കണിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളത് റിപ്പയർ ചെയ്യാൻ കൊടുക്കുന്ന സമയത്ത് തൂക്കെടുത്തിട്ട് കൊടുത്താലും നിങ്ങൾ റിപ്പയർ ചെയ്ത് തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ ചേറ് കത്തിയിട്ട് അതിൻ്റെ തൂക്കം കുറയും. അപ്പോൾ നിങ്ങൾ തൂക്കുന്ന സമയത്ത് വെയിറ്റ് കറക്റ്റ് കിട്ടൂല. നിങ്ങൾ തീർച്ചയായും ആ ജ്വല്ലറിക്കാരനോ അല്ലെങ്കിൽ പണിക്കാരനോ സംശയിക്കുന്ന സാഹചര്യം കൂടി ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കാനാണ് വേണ്ടേ. നിങ്ങൾ റിപ്പയർ ചെയ്യാൻ കൊടുക്കുന്ന സമയത്ത് വ്യക്തമായൊരു ഫോട്ടോ എടുത്തിട്ട് മാത്രം കൊടുക്കുക. അതാകുമ്പോൾ ജ്വല്ലറിക്കാരനോ പണിക്കാരനോ തെറ്റിദ്ധരിക്കപ്പെടില്ല, നിങ്ങൾ പറ്റിക്കപ്പെടില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇന്നത്തെ കാര്യം ഇത്രയൊക്കെയാണ്. എന്നാൽ പിന്നെ എല്ലാവർക്കും ഓക്കെ, ബൈ.